ഇപ്പൊ ആർക്കും ജാമ്യം കിട്ടുന്നില്ലല്ലോ. ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയും പ്രഗത്ഭർക്കൊക്കെ എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല? ഇവിടെ അഡ്വക്കേറ്റുമാരില്ലേ? ഇവിടെ കോടതിക്ക് അപ്പോൾ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അകത്തായവരൊക്കെ അല്ല, ഇതിന്റെ മേളിൽ പിന്നെ ആൾക്കാരുണ്ട്. രാഹുൽ ഈശ്വർ ദിവേഷുമായിട്ടൊരു ചർച്ചയ്ക്കകത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു പരിഹാസ രീതിയിൽ ഈ അയ്യപ്പന്റെ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭക്തരുടെ ഹാലൂസിനേഷൻ ആണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം അദ്ദേഹം ജയിലിലേക്ക് പോയി, ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്, പട്ടിണിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ ജയകുമാർ പ്രസിഡന്റ്, ഇപ്പോഴത്തെ അദ്ദേഹത്തിനും ഒരു കോടതി വ്യവഹാരം വന്നിരിക്കുകയാണ്. അദ്ദേഹം ജനുവരി 15 കോടതിയുടെ മുമ്പിലേക്ക് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജനുവരി 15 എന്ന് പറഞ്ഞാൽ നമ്മുടെ മകരവിളക്കിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പം അയ്യപ്പൻ്റെ ആ നീതിബോധം അത് ശരിക്കും ഉണർന്നിട്ടുണ്ട്. അവിടെ ഇനി ഒരു തട്ടിപ്പ്, ഒരു വെട്ടിപ്പ്, അതിന് എത്ര മന്ത്രിയായാലും തന്ത്രിയായാലും ഒരു കാര്യങ്ങളും നടക്കത്തില്ല. വളരെ സന്തോഷമുണ്ട്. കാര്യം അതിൻ്റെ ആ ഒരു വ്യാപ്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ ആ നീതിബോധത്തെയും ധർമ്മബോധത്തെയും കോടതി അതുപോലെ ഉൾക്കൊണ്ടിട്ടാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെതായ രീതിയിൽ തന്നെ എത്തുമെന്നതിനാണ് എൻ്റെ വിശ്വാസം. ശ്രീ മഹേഷ് പണിക്കർ, ഇതുവരെ കണ്ടവരല്ലെങ്കിൽ ഇനി എത്ര പേർ, ഇനി ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിനകത്ത് മെയിനായിട്ട് ധർമ്മശാസ്താവാണ്. ആ ധർമ്മശാസ്താവിൻ്റെ നീതി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു പ്രത്യക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. കാര്യം ദൈവതുല്യരിലേക്കും അതിന് മേളിലോട്ടുള്ള ആൾക്കാരിലേക്കൊക്കെ ഉള്ളൊരു പോക്ക് വളരെ സ്പഷ്ടമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും അത് വായിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം രാഹുൽ ഈശ്വർ ദിവേഷുമായിട്ടൊരു ചർച്ചയ്ക്കകത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു പരിഹാസ രീതിയിൽ ഈ അയ്യപ്പൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഭക്തരുടെ ഹാലൂസിനേഷൻ ആണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം അദ്ദേഹം ജയിലിലേക്ക് പോയി, ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്, പട്ടിണിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ ജയകുമാർ പ്രസിഡന്റ്, ഇപ്പോഴത്തെ അദ്ദേഹത്തിനും ഒരു കോടതി വ്യവഹാരം വന്നിരിക്കുകയാണ്. അദ്ദേഹം ജനുവരി 15 കോടതിയുടെ മുമ്പിലേക്ക് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജനുവരി 15 എന്ന് പറഞ്ഞാൽ നമ്മുടെ മകരവിളക്കിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പം അയ്യപ്പൻ്റെ ആ നീതിബോധം അത് ശരിക്കും ഉണർന്നിട്ടുണ്ട്. അവിടെ ഇനി ഒരു തട്ടിപ്പ്, ഒരു വെട്ടിപ്പ്, അതിന് എത്ര മന്ത്രിയായാലും തന്ത്രിയായാലും ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അത് ഉറപ്പായിരിക്കുകയാണ്. കാര്യം അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം അത് മനസ്സിലാക്കാൻ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള. ഇപ്പം ഈ തന്ത്രിയുടെയൊക്കെയുള്ള ആ ചില കാര്യങ്ങൾ, അവർ ഇപ്പോൾ ദൈവതുല്യരാണ്, അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ വലിയ മന്ത്രിതലത്തിലുള്ള രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇവരൊക്കെ കുറച്ച് ഈ എന്താ പറയുക, അവർ നീതിയുടെയും നിയമത്തിൻ്റെയും ഒക്കെ അതീതരാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നുമല്ല. അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഇതിനകത്ത് വന്ന് വിധേയമായി, നീതിബോധത്തിനകത്ത് വിധേയമായി അവരെ സ്ക്രൂട്ടനി ചെയ്ത് അവരുടെ ആ മൊത്തം ഇതും പുറത്ത് വന്നേ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നതെല്ലാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അയ്യപ്പൻ്റെ തയ്യാറെടുപ്പുകളായിട്ട് ഈ കാണാൻ പറ്റൂ. എന്തായാലും കോടതിക്ക് വളരെ നന്ദിയാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. കാര്യം ഇത് വലിയ രീതിയിലേക്കുള്ള ആൾക്കാരിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ കോടതി ഇപ്പോൾ 2-3 പ്രാവശ്യം ഈ ഗൺസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ തോക്കുകളിലേക്കൊക്കെ എത്താനുള്ള ഒരു എന്താ പറയുക, ഒരു ആവേശത്തോടെ പൊക്കൊള്ളാനാ പറഞ്ഞിട്ട് SIT അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അത് കൂടാണ്ട് ഇപ്പോൾ ED കൂടെ ഇതിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിസ്സാരമായ ഈ പറഞ്ഞ പൈസയുടെ ഒന്നും അല്ല, അതിൻ്റെ മുകളിൽ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ള കോടതിയുടെ ബോധ്യമാണ് ED കൂടെ അനുവദിച്ചിരിക്കുന്നത് ഇതിനകത്ത് കയറി ഇടപെടാനായിട്ട്. കാര്യം മാത്രമല്ല, ഇത് മൊത്തത്തിൽ ഒറിജിനൽ എടുത്തോണ്ട് പോകാനാണ് പറയുന്നത്, അല്ലാണ്ട് പഴയ സ്വർണം കണ്ടെത്താനല്ല പറയുന്നത്. അപ്പം ഈ ഒറിജിനലും കാര്യങ്ങളും, ഇത് സിനിമാ ബന്ധം, ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം, ഇതിൻ്റെ ബാക്കിയുള്ളവരെ എല്ലാം പരിശോധിച്ചത് വരാനുള്ള അയ്യപ്പൻ്റെ ആ ഒരു പൂർണ്ണമായ നീതി അവിടെ നടപ്പാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ജാമ്യം കിട്ടുന്നില്ലല്ലോ. ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഇത്രയും പ്രഗത്ഭർക്കൊക്കെ എന്തുകൊണ്ട് ജാമ്യം കിട്ടുന്നില്ല? ഇവിടെ അഡ്വക്കേറ്റുമാരില്ലേ? ഇവിടെ കോടതിക്ക് അപ്പോൾ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അകത്തായവരൊക്കെ അല്ല, ഇതിൻ്റെ മേളിൽ പിന്നെ ആൾക്കാരുണ്ട്. പിന്നെ ഈ മറ്റേ തന്ത്രി പോലുള്ള ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അവരൊക്കെ കൊണ്ടുപോയിരിക്കുന്ന വാജിവാഹനം പോലെയുള്ള വലിയ കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 2012 രാജഗോപാൽ പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ തന്ത്രി കുടുംബവും ദേവസ്വം ബോർഡുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെന്റിനകത്ത് വ്യക്തമായിട്ട് ഇതുപോലത്തെ 400 രൂപയായിരുന്നു അവരുടെ ശമ്പളം 12 ദിവസത്തേക്ക്. 12 ദിവസം മാത്രമേ അവർക്ക് അവിടെ യഥാർത്ഥത്തിൽ പൂജ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആ 12 ദിവസം 400 രൂപ എന്നുള്ളത് 1500 രൂപയാക്കി. 1500 രൂപയാക്കിയ കൂട്ടത്തിൽ ഈ പറഞ്ഞ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ പഴയ വിഗ്രഹങ്ങളോ പഴയ സാധനങ്ങളോ അവർ എടുക്കേണ്ടതല്ല, അവരുടെ അവകാശമല്ല എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പരസ്പരം അവർ ഉണ്ടാക്കിയിട്ട് പോലും 2017 ഇത് എടുത്തുകൊണ്ട് പോയി. അപ്പൊ അത് കൊടുത്ത ഉദ്യോഗസ്ഥരും അന്നത്തെ ബോർഡും ഒക്കെ പ്രതികളാണ്. ഇത് വ്യക്തമായ കൊള്ളയാണ് ഈ നടന്നിരിക്കുന്നത്. അത് മൊത്തത്തിൽ അത് ഈ ഒരു പീരീഡിൽ ഇവരുടെ മാത്രമല്ല, അങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ 2007 മുതൽ നടന്നിട്ടുള്ള സകല കാര്യങ്ങളും ഇതിനകത്ത് വരാനുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ബീബിത്സത നമുക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ
ഇത് വളരെ വ്യക്തമായ രീതിയിലാണ് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാര്യം അതിൻ്റെ ആ ഒരു വ്യാപ്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു. ധർമ്മശാസ്താവിൻ്റെ ആ നീതിബോധത്തെയും ധർമ്മബോധത്തെയും കോടതി അതുപോലെ ഉൾക്കൊണ്ടിട്ടാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെതായ രീതിയിൽ തന്നെ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കോടതി വിധിയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നത് എങ്കിലും അത് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ആർക്കും ഒറ്റയ്ക്കത് സാധ്യമല്ല എന്നത് വ്യക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിലുണ്ടായിരുന്ന വലിയ തോക്കുകൾ ആരാണ് എന്നത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതുകൂടിയാണ് കോടതി പറയുന്നത്. നിലവിൽ 2 FIRകളാണ് ഉള്ളത്. 8 പ്രതികളിലേക്കും അന്വേഷണം നീണ്ട് അതിന്റെ അന്തിമ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ വരുമ്പോഴാണ് കോടതി പറയുന്നത് ഇനിയും വലിയ തോക്കുകൾ ഇതിനുള്ളിലേക്ക് വരാനുണ്ട് എന്നുള്ളത്. ഈ 4 ആഴ്ചത്തെ സമയപരിധി കൊണ്ടോ അല്ലെങ്കിൽ ഈ 2 FIR കൊണ്ടോ അവസാനിക്കുന്നതല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എന്നതിന്റെ കൃത്യമായ സൂചനയാണ് കോടതി നമുക്ക് നൽകുകയും ചെയ്യുന്നത്.